ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ പോർഷനും ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാമെന്ന് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ പ്ലാന്റ് സയൻസ് എന്ന് പറയുന്ന പേപ്പറിൽ വന്നിട്ടുള്ള 4th സെമ്മിൻ്റെ നമ്മുടെ ബോട്ടണി പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ സെക്ഷനിൽ 12 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൺട്രോൾ ഇൻ എൻ എക്സ്പെരിമെൻറ്റ്, വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്? എന്താണ് കൺട്രോൾ? എക്സ്പെരിമെൻറ്റിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇത് ബയോസ്റ്റാറ്റിയിൽ വരുന്നൊരു പോർഷനാണ്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ എനി വൺ സ്റ്റൈൽ ഓഫ് സൈറ്റേഷൻ ഓഫ് റെഫറൻസ്. റെഫറൻസിൻ്റെ സൈറ്റേഷൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റൈല് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി വാട്ട് ഈസ് ബഫർ, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. ഈ ക്വസ്റ്റ്യൻ 2024 സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബഫർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിൽ എന്താണ് ബഫർ, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ് 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് അയേൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി. അയേൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫീൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇനി എന്താണ് വൈറ്റൽ സ്റ്റെയിനിങ്? വൈറ്റൽ സ്റ്റെയിനിങ്ങും ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, വൈറ്റൽ സ്റ്റെയിനിങ് അതുപോലെ ബഫർ, ഇതെന്താണ്? ഇത് രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നു. നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലും ബഫറും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റൽ സ്റ്റെയിനിങ് എന്താണെന്ന് കണ്ടിട്ടുണ്ട്. ഇനി കില്ലിങ്ങും ഫിക്സിങ്ങും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ കില്ലിങ് ആൻഡ് ഫിക്സിങ്. ഓക്കെ, കില്ലിങ് ആൻഡ് ഫിക്സിങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. പിന്നെ അടുത്തത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് കോൾഡ് സെൻട്രിഫ്യൂഗ്? കോൾഡ് സെൻട്രിഫ്യൂഗിൻ്റെ യൂസ് എന്താണ്? ഇനി അനലിസ്റ്റ് ദ യൂസ് ഓഫ് ഇൻഫ്ലിപ്നെറ്റ് ഇൻ റിസർച്ച്. റിസർച്ചിൽ ഇൻഫ്ലിപ്നെറ്റിൻ്റെ എന്താണ് യൂസ് എന്തൊക്കെയാണെന്ന് അനലിസ്റ്റ് ചെയ്യാനായിട്ട്. വാട്ട് ഈസ് മൈക്രോ സീവിങ്? മോളിക്കുലാർ സീവിങ്. മോളിക്കുലാർ സീവിങ് എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് കോൾട്ടാർ ഡൈസ്? കോൾട്ടാർ ഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ മീൻ ആൻഡ് മീഡിയൻ. മീനും മീഡിയനും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ് നോക്കുമ്പോൾ എന്താണ് നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ പറ്റും. നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ക്വസ്റ്റ്യൻ ബയോസ്റ്റാറ്റിയാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനും ബയോസ്റ്റാറ്റിയാണ്. ഓക്കെ, ഇതാ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനും ബയോസ്റ്റാറ്റിയാണ്. അപ്പോൾ 3 ബയോസ്റ്റാറ്റിത്തെ ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാണ്? നമ്മുടെ ഫസ്റ്റത്തെ പോർഷൻ, അതായത് സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നതാണ് എന്ത്, സ്റ്റൈൽ ഓഫ് സൈറ്റേഷൻ എന്ന് പറയുന്ന ഭാഗം. പിന്നെ വന്നിട്ടുള്ളത് ഏതാണ്, എന്താണ് ഇൻഫ്ലിപ്നെറ്റ് ഇൻ റിസർച്ച്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നു? സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വന്നു. ഓക്കെ, ഇനി ബഫർ, പിന്നെ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി, കോൾഡ് സെൻട്രിഫ്യൂഗ്, പിന്നെ മോളിക്കുലാർ സീവിങ്. അങ്ങനെ 4 ക്വസ്റ്റ്യൻ എവിടുന്ന് വന്നു? ബയോഫിസിക്സ് എന്ന് വന്നു. ഓക്കെ, ഇനി വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസ്, അതായത് വൈറ്റൽ സ്റ്റെയിനിങ്, കില്ലിങ് ആൻഡ് ഫിക്സിങ്, ദെൻ കോൾട്ടാർ ഡൈസ്. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ഏതെന്ന് വന്നു? മൈക്രോ ടെക്നിക് എന്ന് വന്നു. അപ്പോൾ പാറ്റേൺ എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് ചോദിക്കുന്നത്. കറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ മുന്നേറ്റ് നമ്മൾ സിലബസ് പറഞ്ഞ സമയത്ത് ഓരോ പോർഷനും 2 മാർക്കിൻ്റെ എത്ര ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്.
റീസെൻറ്റ് മെത്തേഡ്സ് ഇൻ ദ presentation of research findings. Recent methods of presentation of research findings. അതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ഫസ്റ്റത്തെ സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വരുന്നതാണ്. പിന്നെ പ്രിൻസിപ്പൾ വർക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സ്പെക്ട്രോഫോട്ടോമെട്രി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും ബഫർ വന്നിട്ടുണ്ട്. ബഫർ, വാട്ട് ആർ ദ ബഫേഴ്സ്, എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ആൻഡ് ലിസ്റ്റ് ദ യൂസ് ഓഫ് ബഫേഴ്സ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ, രണ്ട് മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്തിട്ട് 5 മാർക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ ബഫറും അതുപോലെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് അല്ലേ. ഇനി വേരിയസ് മെത്തേഡ്സ് ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ, അത് ബയോസ്റ്റാറ്റി എന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇൻ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ അടുത്തത് എന്താണ്, ക്രാഫ്റ്റ് സൊല്യൂഷൻ്റെ യൂസ്, കമ്പോസിഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഡീഹൈഡ്രേഷൻ ആൻഡ് ഇൻഫിൽട്രേഷൻ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ മൈക്രോ ടെക്നിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വന്നു? മൈക്രോ ടെക്നിക്കിൽ നിന്ന് 1 2 ഓക്കെ 2 ക്വസ്റ്റ്യൻ മൈക്രോ ടെക്നിക്കിൽ നിന്നാണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. പിന്നെ ബയോ ഫിസിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. പിന്നെ നമ്മുടെ റിസർച്ച് സയൻറ്റിഫിക് മെത്തഡോളജിയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. റിപ്പീറ്റഡ് സെയിം പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി ആണ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് യൂസ്ഡ് ഇൻ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ എന്താണ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി, എങ്ങനെ നമുക്ക് ആ ഒരു പ്രോസസ്സ് ഓഫ് റിസർച്ചിനെ എന്താണ് എയ്ഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ബയോ ഫിസിക്സിൽ നിന്നും 1 സയൻറ്റിഫിക് മെത്തഡോളജി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2024 1 ബയോസ്റ്റാറ്റിൽ നിന്നും 1 ബയോഫിസിക്സിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ബയോഫിസിക്സിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് 2023 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ പാറ്റേണൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. നമ്മൾ 2 മാർക്കിൻ്റെ പാറ്റേൺസ് പറഞ്ഞു. 2 മാർക്കിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, 5 മാർക്കിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ 10 മാർക്കിൻ്റെയിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ ആ ഒരു ഇത് വരുള്ളൂ. അതായത് ഏതെന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. കഴിഞ്ഞ 2024 എന്താണ് ബയോ ഫിസിക്സിൽ നിന്നും ബയോ സ്റ്റാറ്റിൽ നിന്നുമാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 2023 ബയോ ഫിസിക്സിൽ നിന്നും അതുപോലെ തന്നെ സയൻറ്റിഫിക് മെത്തഡോളജിയിൽ നിന്നുമാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് എന്തുള്ളത് നമുക്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് നോക്കാം. ഓരോ പോർഷനും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കും. ഓക്കെ. അപ്പോൾ അത്രയാണുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.